ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഗീസ് വ്ലോഗ്. നമുക്ക് എല്ലാവർക്കും നാടൻ ചിക്കൻ വരട്ടിയത് ഭയങ്കര ഇഷ്ടമല്ലേ? അതേപോലെ ടേസ്റ്റി ആയിട്ട് നമുക്കൊരു ബ്രോയിലർ ചിക്കൻ കൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയാലോ? അപ്പൊ അതിനാവശ്യമുള്ള സാധനങ്ങൾ പറഞ്ഞാൽ ബ്രോയിലർ ചിക്കൻ എടുത്തിട്ടുണ്ട്, 3 സവാള, അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ചിക്കൻ മസാല, 3/4 മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി പൗഡർ എടുത്തിട്ടുണ്ട്, ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ അത് ചേർത്താൽ മതി. ഇത് ചേർത്താൽ കുറച്ചും കൂടി ഒരു കളർ കിട്ടും, വേണമെങ്കിൽ ചേർത്താൽ മതി. അതുപോലെ തന്നെ ചതയ്ക്കാൻ വേണ്ടിയിട്ട് 3 മുളക്, ചെറിയൊരു ഇഞ്ചി, 4-5 വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമ്മളൊരു ചിക്കൻ വരട്ടുക. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് ചിക്കൻ വരട്ടാൻ വേണ്ടിയിട്ടുള്ള മസാല കൂട്ടുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇടുക. പിന്നെ വെള്ളമൊന്നും നമ്മൾ കൂട്ടണ്ട കേട്ടോ. ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് പിന്നെ വേവുക ചെയ്യുക. അതിലേക്ക് ഉള്ളി ഇടുക. ഉള്ളി ഇടുമ്പോൾ നമ്മൾ ഉള്ളി ഇപ്പോൾ പിന്നെ കുറച്ചൊക്കെ വേറെടുത്തി കൊടുക്കാട്ടോ. മല്ലിപ്പൊടി ഇട്ടു, ചിക്കൻ മസാല. നമ്മള് നാടൻ ചിക്കൻ എങ്ങനെ വെക്കുക അതേപോലത്തെ ടേസ്റ്റ് ആയി വരും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, വെളുത്തുള്ളി, ഇഞ്ചി, മുളക്, പച്ചമുളക്, അതിന്റെ പേസ്റ്റ് ആണ്. നല്ല പറയണ്ട, ഒന്ന് ചതച്ചാ മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇത് നമ്മള് കുക്കറിലാണ് വേവിക്കാൻ പോണത്. ഒറ്റ വിസിൽ മതി. അപ്പൊ പിന്നെ കുക്കറിൽ വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പില്ലാണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ മസാല നല്ലതാ പിന്നെ ചിക്കനിൽ ഇതാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം, ഒരു 1/4 മണിക്കൂറോ അരമണിക്കൂറോ നമ്മൾ അടച്ചു വെക്കുക. അതിനുശേഷം കുക്കറിലിട്ടിട്ട് വേവിക്കുക. ഒറ്റ വിസിൽ മതി. അപ്പൊ നമ്മൾ അരമണിക്കൂർ ഈ ചിക്കൻ റസ്റ്റ് ചെയ്തോട്ടെ. ഹലോ ഗൈസ്, അപ്പോൾ ഇതാ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വരട്ടിയെടുക്കണം. ഇതിലേക്ക് വെളിച്ചെണ്ണ കുറച്ചൊഴിച്ചാൽ മതി, കാരണം നമ്മൾ കുക്കറിൽ അത്യാവശ്യം ഒഴിച്ചെന്നു. എണ്ണ നല്ലോണം ചൂടാവട്ടെ. അതിനുശേഷം അതിലേക്ക് കറിവേപ്പില ഇടുക. ഗൈസ്, അപ്പോൾ ചിക്കൻ ഇടുകയാണ്. ഇനി ഒന്ന് വരട്ടിയെടുക്കുക. ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ ചിക്കൻ വരട്ടണ വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ പുതിയൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.